വിജയരഥം ബ്രോട്ട് യു ബൈ. നിന്റെ വീട് പണി ഉടനെ കാണും നടക്കൂടാ. അത് പിന്നെ ഒരു 50 പേരെ കൊണ്ടെങ്കിലും പ്ലാൻ വരപ്പിച്ചു. എല്ലാത്തിനും കുറ്റങ്ങളാ. അങ്ങനെ എല്ലാം തികഞ്ഞൊന്നും കിട്ടില്ല മോനെ. കിട്ടിയല്ലോ. മരിയ ഗ്രൂപ്പ് ഏതൊരു ബിൽഡിംഗും രൂപകൽപ്പന ചെയ്യാൻ പ്രാപ്തരായ വിദഗ്ധരടങ്ങുന്ന ടീം. Maria Group, we build your dreams. ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ അനുഭവങ്ങളിലൂടെ ഒരു യാത്ര. വിജയരഥം. നമ്മളെല്ലാ ദിവസവും കിടക്കയിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്. പക്ഷെ എങ്ങനെയാണ് ഒരു കിടക്ക നിർമ്മിച്ചിട്ടുണ്ടായിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തുന്നതെന്നുള്ള കാഴ്ചകൾ അധികാരം കണ്ടിട്ടുണ്ടാവില്ല. സോ ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് സുൾഫെക്സിന്റെ ഫാക്ടറിയിലേക്കാണ് പോണത്. കേരളത്തിന്റെ സാംസ്കാരിക തനിമ നിലനിർത്തി സംസ്കൃതിയെ മാറോടണച്ചൊഴുകിയെത്തുന്ന മഹനീയമായ വളപട്ടണം പുഴയുടെ തീരത്ത് ആചാരാനുഷ്ഠാനങ്ങളാൽ കുടികൊള്ളുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ മണ്ണിൽ 2 പതിറ്റാണ്ടുകാലമായി സാധാരണക്കാരുടെ ജീവിത നിലവാരത്തിലും ശൈലിയിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയ സിൽവർ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന സുൾഫെക്സ് എന്ന സ്ഥാപനത്തിലേക്ക് ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ രൂപകൽപ്പന ചെയ്ത യന്ത്രസാമഗ്രികളുടെ സഹായത്താലാണ് ഇവിടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത്. മാട്രസ് നിർമ്മാണ മേഖലയിൽ സുൾഫെക്സിന് മാത്രം അവകാശപ്പെട്ടതാണ് HSLP സാങ്കേതിക വിദ്യ. 3 ഷിഫ്റ്റുകളിലായി പ്രവർത്തിച്ച് രൂപഭേദം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ 50% മനുഷ്യയത്നത്താലും 50% യന്ത്രസാമഗ്രികളുടെ പ്രവർത്തനത്താലുമാണെന്ന് പറയുന്നതിൽ സുൾഫെക്സ് മാട്രസിന് ചാരിതാർത്ഥ്യമുണ്ട്. പ്രതിദിനം 10 ടൺ ഔട്ട്പുട്ട്, അതായത് 2000-ഓളം മാട്രസസ് ഇവിടെ പൂർണ്ണരൂപത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഗുണനിലവാരത്തിന് അധിഷ്ഠിതമായി ഉൽപ്പാദിപ്പിക്കുന്ന സുൾഫെക്സ് ഉൽപ്പന്നങ്ങൾ സ്വദേശത്തും വിദേശത്തും ഇതിനകം പ്രചുര പ്രചാരം നേടിക്കഴിഞ്ഞു. സൗത്ത്, നോർത്ത് കൊറിയ, മലേഷ്യ, മാലിദ്വീപ്സ്, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും സുൾഫെക്സ് ഉൽപ്പന്നങ്ങൾ പാശ്ചാത്യ ജീവിതവുമായി ഇതിനകം ഇഴുകിച്ചേർന്ന് കഴിഞ്ഞു. പ്രകൃതിദത്തമായ അസംസ്കൃത പദാർത്ഥങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന സുൾഫെക്സ് ഉൽപ്പന്നങ്ങൾ ആരോഗ്യം പ്രദാനം ചെയ്യുന്നു എന്നതുകൊണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഇതിന്റെ ഉറവിടം തേടി വന്നു കഴിഞ്ഞു. വിജയരഥം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് നിരവധി കമ്പനികളുടെ ഉടമസ്ഥനും സുൾഫെക്സ് മാട്രസിന്റെ MD-യുമായ MTP മുഹമ്മദ് കുഞ്ഞി സാറാണ്. സാറിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു വെരി മച്ച്. സാറ് ബിസിനസ് പശ്ചാത്തലത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യമാണ്? എല്ലാവരെയും പോലെ കോളേജ് വിദ്യാഭ്യാസ അനന്തരം ഞാനും ഗൾഫിലേക്ക് പോവുകയുണ്ടായി. സൗദി അറേബ്യയിലെ റിയാദിലാണ് ഞാൻ എത്തിച്ചേർന്നത്. അവിടെ ഒരു ഫോറിൻ വ്യക്തിയുടെ കീഴിൽ 10 വർഷം ജോലി ചെയ്ത ശേഷം മതിയായ അല്ലെങ്കിൽ ആവശ്യാനുസരണം അതിൻ്റെ എക്സ്പീരിയൻസ് നേടിയ ശേഷം സ്വയം ഇനി ജോലി മതിയാക്കി ഒരു ബിസിനസ്സിലേക്ക് കടക്കാമെന്നുള്ള ഒരു ധൈര്യം അന്ന് ഞാൻ കാണിച്ചു. ഇതാണ് എൻ്റെ ബിസിനസ്സിലേക്കുള്ള ആദ്യത്തെ പ്രവേശനം. 27 വയസ്സാണ് അന്ന് എനിക്ക് പ്രായമുണ്ടായിരുന്നത്. ആ പ്രായത്തിൽ ഒരു ജോലി, നല്ലൊരു ജോലി കളഞ്ഞ് ഒരു ബിസിനസ്സിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ആരും എടുക്കാത്ത ഒരു ധൈര്യം അല്ലെങ്കിൽ ആരും എടുക്കാത്ത ഒരു റിസ്ക് ആണ് അന്ന് ഞാൻ എടുത്തത്. സാർ, ഈ ഒരു കാര്യം വീട്ടിൽ ഫസ്റ്റ് അവതരിപ്പിച്ചപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ ബിസിനസ്സിലേക്ക് കടക്കാം, കാരണം നല്ലൊരു ജോലിയാണെന്ന് സാറ് തന്നെ പറഞ്ഞു. അപ്പോൾ അവരുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു?
സാധാരണഗതിയിൽ ഈ വടക്കേ മലബാറുള്ള മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആണുങ്ങളുടെ കാര്യത്തിൽ അധികം ഇടപെടാത്തൊരു ഫാമിലിയാണ്. ഒരു കൺസർവേറ്റീവ് ഫാമിലിയാണ് എൻ്റേതും. അവർ നിങ്ങൾ എന്താണ് തീരുമാനിക്കുക, ഞങ്ങളും അതോട് കൂടിയുണ്ട്. അന്ന് എൻ്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ അവർ സഹകരിക്കുകയും ചെയ്തു. ഇന്നിപ്പോ സാർ ഭയങ്കര തിരക്കാവുമ്പോൾ ഭാര്യ എന്തെങ്കിലും, അതായത് അന്ന് ബിസിനസ് തുടങ്ങണ്ടായിരുന്നു എന്ന് പറയാറുണ്ടോ? അവരും വളരെ ഹാപ്പി ആയിരുന്നു. എങ്ങനെയെങ്കിലും ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സ്വയം ഒരു പ്രൊഡക്റ്റ്, എസ്പെഷ്യലി ഞങ്ങൾ മാനുഫാക്ചറിങ് ലൈനിലേക്കാണ് വന്നത്. ഒരു മാനുഫാക്ചറിങ് ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ട്രേഡിംഗ് അല്ല, തീർച്ചയായിട്ടും സ്വന്തം കുഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് അതേപോലുള്ളൊരു സ്നേഹം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതോട് നമുക്കുണ്ടാകും. അത് തന്നെയാണ് എൻ്റെയും തുടക്കം. പല മാട്രസും വാങ്ങിക്കുമ്പോൾ അവർ പറയും ഇന്ന സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ടെന്ന്. അത് വിശ്വസിച്ചാണ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. എന്നാൽ സുൾഫെക്സിൻ്റെ ഞാൻ കണ്ട ഒരു പ്രത്യേകത, നമുക്ക് എല്ലാ ഫാക്ടറിയിലും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, നമുക്ക് വന്ന് കാണാം അതിനകത്ത് എന്താണ് ഉണ്ടാക്കുന്നത്, എന്താ വെക്കുന്നത്. അങ്ങനെ ഒരു ഐഡിയ ആരാണ് സാറിന് തന്നത്? അത് ശരിക്കും പറഞ്ഞത് എൻ്റെ തന്നെ ഐഡിയ തന്നെയാണ്. കാരണം ഒരു ട്രാൻസ്പാരൻസി എനിക്ക് അന്ന് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും, അത് ജോലിയിൽ മാത്രമല്ല, മാനുഫാക്ചറിങ്ങിൽ മാത്രമല്ല, ബിസിനസ്സിലും. ഇവിടെ വർക്ക് ചെയ്യുന്ന 450ഓളം ആളുകൾക്ക് എല്ലാം കണ്ടും പഠിച്ചും ഭാവിയിൽ അവർക്കും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റുള്ള രംഗത്തേക്കോ മാറാനുള്ള ഒരു ട്രെയിനിങ്ങും കൂടെ ഈ കമ്പനിയിൽ നൽകപ്പെടുന്നുണ്ട്. സുൾഫെക്സ് എന്ന് പറയുമ്പോൾ അത് ആ കമ്പനിയിൽ വരുന്ന ഓരോരോ ആൾക്കാർക്കും അത് മനസ്സിലാവുകയും ചെയ്യും. ഇവിടെ ഒരു മുതലാളി തൊഴിലാളി കമ്പനിയിലില്ല. ഞങ്ങളെല്ലാം പ്ലേയേഴ്സാണ്. ഒരു ഫുട്ബോൾ ടീം എന്ന പോലെ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ടീം എന്ന പോലെ ഒരു ക്യാപ്റ്റൻ, ബാക്കിയുള്ളവർ കളിക്കുന്നു. സാറിൻ്റെ എല്ലാ കമ്പനിയിലും ഒരേ മാനേജ്മെൻറ്റ് ടീമാണോ? അല്ല, ഡിഫറെൻ്റ് ആണ്. കാരണം എൻ്റെ സൗദി അറേബ്യയിലും എൻ്റെ കാനഡയിലുമുള്ള ബിസിനസ്, അല്ലെങ്കിൽ ദുബായിലുള്ള ബിസിനസ്, ബഹ്റൈനിലുള്ള ബിസിനസ്, ഓരോരോ ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റാണ് സുൾഫെക്സ് ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ളത്. അപ്പം ഏറ്റവും ത്രില്ല് കിട്ടുന്ന ആ ബിസിനസ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സുൾഫെക്സ് മാറ്റസിൽ മാത്രമാണ്. കാരണം ബഹ്റൈനിലായാലും സൗദി അറേബ്യയിലായാലും ദുബായിലായാലും ഞങ്ങളൊരു വിദേശി മാത്രമാണ്. അപ്പോൾ ആ വിദേശി എന്ന നിലയിൽ അവിടെ കിട്ടുന്ന പരിഗണന മാത്രമേ നമുക്ക് കിട്ടും. ഇവിടെ നമ്മുടെ സ്വന്തം മണ്ണാണ്. ആ സ്വന്തം മണ്ണിൽ ഞങ്ങൾ അനേകം പേർക്ക് ജോലി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരിൽ പങ്കാളികളാകുന്നു, അതിനൊരു വഴി ഒരുക്കി കൊടുക്കുന്നു. അതിൻ്റെ റെസ്പെക്റ്റും ബഹുമാനവും ജനങ്ങളിൽ നിന്നും കൺസ്യൂമേഴ്സിൽ നിന്നും കൂടാതെ അതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. അതിൻ്റെ ഒരു സുഖം പ്രത്യേകം തന്നെയാണ്. അത് ലാഭം മാത്രം നോക്കിയുള്ളതല്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഞങ്ങളിപ്പം ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുമ്പം ശരിക്ക് ഞങ്ങളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 30 to 40% പ്രോഫിറ്റിലാണ് ഞങ്ങൾ ബിസിനസ് ചെയ്യാറ്. അതേസമയത്ത് ആ പ്രോഫിറ്റ് ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് എത്തുമ്പം മാക്സിമം പ്രോഫിറ്റ് വരുന്നത് 7% മാത്രമാണ്. എന്നാലും അതാണ് അവിടെ കിട്ടുന്ന 30%-ക്കാളും ഇവിടെ കിട്ടുന്ന 7% അല്ലെങ്കിൽ 3% നമുക്ക് മാനസികമായി ഉല്ലാസം തരുന്നത്, അല്ലെങ്കിൽ മാനസികമായി നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഞങ്ങൾ പങ്കാളികളാകാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആ 3 to 7% മാത്രമാണ്. അവിടെ കിട്ടുന്ന ലാഭം എല്ലാം. അത് തന്നെയാണോ കോയർ മാട്രസ് എന്നുള്ള ഐഡിയയും? കാരണം ഇവിടെ ഈ നമ്മുടെ ചകിരി, നാര്, ഇതൊക്കെ ഒരുവിധം അവസാനിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളുടെ ഈ കോയർ മാട്രസുമായിട്ട് വരുന്നത്. ശരിക്കും അതിൻ്റെ പിന്നിലും ഇങ്ങനെ ഒരു ഉദ്ദേശമാണോ? അങ്ങനെ ഒരു നമ്മളൊരു സംസ്കാരം തന്നെയായിരുന്നു, അത് തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെ ഒരു ഉദ്ദേശമാണോ? അങ്ങനെ പറയുകയാണെങ്കിൽ 30 വർഷം മുമ്പ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആ സമയത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ഉന്നക്കിടക്കയായിരുന്നു. അത് ആളുകൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് അല്പം ബുദ്ധിമുട്ടായതിനാൽ ഏകദേശം അതിന് മുമ്പ് തന്നെ, ഏകദേശം വീണ്ടും ഒരു 10 വർഷം മുമ്പ് തന്നെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ വ്യവസായികൾ ഈ ചകരിയും റബ്ബർ പാലും ഉപയോഗിച്ച് മാട്രസ് ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. ഇന്ന് റബ്ബറൈസ്ഡ് കൊയർ മാട്രസിൽ നിന്ന് ഞങ്ങൾ മാറി കാലാനുസരണം ഇന്നിപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള സ്പ്രിംഗ് മാട്രസ്, ലാറ്റക്സ് മാട്രസ്, PU ഫോം, ഗൾഫ് നാടുകളിൽ അറിയപ്പെടുന്ന മെഡിക്കേറ്റഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന മെഡിക്കോബോസ് എന്ന നിലയിൽ ഹൈ ഡെൻസിറ്റിയിലുള്ള റീബോർഡഡ് മാട്രസ്. പക്ഷേ ഞങ്ങൾ എപ്പോഴും അന്നും ഇന്നും കൊയർ മാട്രസിനെയാണ് പ്രണയിക്കുന്നത്, കൊയർ മാട്രസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം അതൊരു നാച്ചുറൽ പ്രൊഡക്റ്റാണ്. സുൾഫെക്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ കാർപ്പൻറ്റർ മുതൽ എന്ത് ആവശ്യങ്ങൾക്കും ഉള്ള എംപ്ലോയീസ് ഇവിടെ തന്നെയുണ്ട്, പുറത്തുനിന്ന് ഒന്നും വിളിക്കാറില്ലെന്ന്. അതിനെക്കുറിച്ച് പറയാമോ? ഇവിടെ എന്തെങ്കിലും ഒരു ജോലിക്കിടെ വന്നിട്ടുണ്ടാവും ആൾക്കാർ. ഫോർ എക്സാമ്പിൾ, ഒരു കാർപ്പൻറ്റർ ഇവിടെ വന്നു കഴിഞ്ഞാൽ
അവരുടെ അടുത്ത ആഗ്രഹം എങ്ങനെയെങ്കിലും സുൽഫെക്സിൽ ഒന്ന് കയറിക്കൂടി ഈ ജനങ്ങളുടെ കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ടീമിൻ്റെ കൂടെ നമുക്കും കളിക്കാൻ പറ്റുമോ, അതാണ് അവരുടെ അടുത്ത്. അപ്പം നമുക്കും അറിയാം, ഒരു കാർപ്പൻ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യമില്ല, അദ്ദേഹം ഇതിൽ ചേരും. ഒരു വെൽഡർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചേരും. ഇനിയിപ്പോൾ ഡോക്ടർ മാത്രമേ ഇവിടെ ഇതിന് വരാത്തുള്ളൂ, ബാക്കി എല്ലാ ആൾക്കാരും, ഈവൻ നേഴ്സസ് വരെ ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളൊക്കെ മേൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് സാധാരണ കേരളം ഒരു സമരത്തിൻ്റെ നാടാണ്. അതും കണ്ണൂർ ജില്ലയെന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ആധിപത്യമുള്ള ഈ നാടാണ് കണ്ണൂർ ജില്ല. അപ്പോൾ ആളുകളുടെ ധാരണ ഇവിടെ ഒന്നും നടക്കില്ല എന്നാണ്. അതിന് വിപരീതമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരു സമരം പോലുമില്ലാതെ ഈ പ്രസ്ഥാനം നയിക്കുന്നത്. അതിന് വേണ്ടി ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്, പാർട്ടി ആൾക്കാർ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്, ജനങ്ങളുടെ മുഴുവൻ സഹായം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സുൽഫെക്സ് മാറ്റേഴ്സ് ആന്തൂർ മുനിസിപ്പാലിറ്റിക്ക് മാത്രമല്ല, കണ്ണൂർ ജില്ലയ്ക്ക് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് അഭിമാനമായി കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഒരു സമരം അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു പ്രോബ്ലം ഇല്ലാതെ നടക്കുന്ന അഭിമാനകരമായ വളരെ അഭിമാനകരം, വെരി എന്താ പറയുക, അത്രക്കും ഒരു പ്രത്യേകതയുള്ളൊരു കമ്പനിയാണ് സുൽഫെക്സ് മാറ്റേഴ്സ്. അനാവശ്യമായി ഇതുവരെ ഇവിടെ നാട്ടുകാർ ഞങ്ങളുടെ ഈ ഫാക്ടറിയിൽ കയറി വരികയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ഈ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും, ഞാനിപ്പം ഇൻ്റർനാഷണൽ എവിടെയെങ്കിലും സെമിനാർ പോവുകയാണെങ്കിലോ US പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ലണ്ടനിൽ പോവുകയാണെങ്കിലോ അവിടേക്കുള്ള എല്ലാ മീറ്റിങ്ങുകളിലും ഞാനിത് പറയും. കാരണം നിങ്ങൾക്ക് കേരളത്തെ പറ്റി അങ്ങനെ ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ആൾ. എനിക്ക് ഇന്ന സമയത്ത് പിന്നെ പിടിപാടില്ലാത്ത മാനേജ്മെൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഒരു വ്യവസായം നശിക്കുന്നതും. അല്ലാണ്ട് തൊഴിലാളിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു, എൻ്റെ ഈ കഴിഞ്ഞ 30 വർഷത്തിൻ്റെ ഇടയിൽ ഇവിടെ ഒരു വ്യവസായം നശിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിവില്ലാത്ത മാനേജ്മെൻറ്റ് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. കാരണം അനാവശ്യമായി പീഡിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ തൊഴിലാളിക്ക് യാതൊരു ബന്ധവുമില്ല. ഇപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് നിങ്ങൾ ബിസിനസ് വ്യാപിപ്പിച്ചതായി അറിയാൻ സാധിച്ചു, അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ സൗത്ത് ഇന്ത്യ മുഴുവൻ മാത്രമല്ല, ഇപ്പം ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നിരിക്കുകയാണ്. ഡൽഹി ഞങ്ങൾ തുടങ്ങിയില്ല, പക്ഷേ അടുത്ത് തുടങ്ങുന്നതായിരിക്കും തീർച്ചയായിട്ടും. അതുകൂടാതെ ഞങ്ങൾ ഗൾഫ് നാടുകളിലേക്ക് എക്സ്പോർട്ട് ഉണ്ട്, മാൽദീവ്സിലേക്ക് എക്സ്പോർട്ട് ഉണ്ട്. ഇനി ഞങ്ങൾക്ക് ജപ്പാനിൽ നിന്ന് ഞങ്ങൾക്ക് എൻക്വയറി ഉണ്ടായിരുന്നു, ഈവൻ ചൈനയിൽ നിന്ന് ഞങ്ങൾക്ക് എൻക്വയറി ഉണ്ടായിരുന്നു. പക്ഷേ അത്രമാത്രം പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചൈനയിലേക്കുള്ള, കാരണം ചൈനയിൽ കൊടുക്കുമ്പോൾ അത് വളരെ വില കുറഞ്ഞ് കൊടുക്കണം. അതേസമയത്ത് ജപ്പാൻ്റെ എൻക്വയറി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ജപ്പാൻ ഒരു സാധനം ലോകത്ത് ഓർഡർ ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും പെർഫെക്ഷൻ, ലോകത്തിൽ ഏറ്റവും പെർഫെക്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗം അത് ജപ്പാനീസാണ്. ഈവൻ അമേരിക്കൻസോ അല്ലെങ്കിൽ യൂറോപ്യൻസോ അല്ല. അപ്പോൾ ജപ്പാനീസ് ഒരു സാധനം വേണമെങ്കിൽ അവർ ഒരു നൂല് പൊട്ടിക്കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യും, ഒരു ബട്ടൺ അല്പം മാറിക്കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യും. അപ്പം അവരൊരു പ്രത്യേക മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ജപ്പാനീസ്. അപ്പോൾ അവർക്കൊരു സാധനം കൊടുക്കുക, കഴിഞ്ഞ വർഷം ഇവിടെ ജപ്പാനീസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രത്യേക ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അവിടെ തണുപ്പുള്ള കൺട്രിയാണ്. അപ്പോൾ തണുപ്പുള്ള കൺട്രിക്ക് എങ്ങനെ, അപ്പോൾ ഞങ്ങളതിനെ കമ്പിളി കൊണ്ട് അതിൻ്റെ മുകൾ ഭാഗം ഞങ്ങൾ സാധാരണ ഇവിടെ ഉപയോഗിക്കുന്നത് PU ഫോമാണ് അല്ലെങ്കിൽ കോട്ടനാണ്. പക്ഷേ അത് ഈ തണുപ്പ് രാജ്യത്തിൽ അത് കൂടുതൽ തണുപ്പുണ്ടാക്കുന്നത് കൊണ്ട് മുകൾ ഭാഗത്ത് കമ്പിളി ഞങ്ങൾ ഫ്രാൻസിൽ നിന്നും കമ്പിളി ഇമ്പോർട്ട് ചെയ്ത് ജപ്പാൻ കമ്പനിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിൻ്റെ ഒരു രൂപകൽപ്പന ആയി എന്നല്ലാതെ പൂർണ്ണമായ കാര്യങ്ങൾ നടന്നില്ല. ഇൻഷാ അല്ലാഹ് ദൈവം സഹായിച്ച് ഞങ്ങളത് ഒരു വിത്തിൻ 6 months ടൈം കൊണ്ട് അതിൽ വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും. കാരണം ജപ്പാന് ഞങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേൾഡിൽ എവിടെയും ഞങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിനും അപ്പുറം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിലിറ്ററി, അതായത് അംഗീകാരമുള്ള CST കാൻറ്റീൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അംഗീകാരമുള്ള ഇന്ത്യയിലെ ഏക റബ്ബറൈസ്ഡ് കൊയർ മാറ്റേഴ്സ് കമ്പനിയാണ് സുൽഫെക്സ് മാറ്റേഴ്സ് കമ്പനി. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങളുടെ റബ്ബറൈസ്ഡ് കൊയർ മാറ്റേഴ്സ് അംഗീകരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയ ഒരേ സമയത്ത് 2 അപ്രൂവലുമുള്ള, അതേസമയത്ത് ISO മാർക്ക് ഞങ്ങൾക്കുണ്ട്, ISI മാർക്ക് റബ്ബറൈസ്ഡ് കൊയർ മാറ്റേഴ്സിനുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാ വിധത്തിലും NSIC ഞങ്ങൾക്കുണ്ട്, സ്മോൾ സ്കെയിൽ MSMEൻ്റെ സർട്ടിഫിക്കേഷനുണ്ട്. എല്ലാത്തരം അപ്രൂവൽസും അംഗീകാരവുമുള്ള ഒരു കമ്പനി, ഒരു കുടക്കീഴിലുള്ള ഒരു ഏക കമ്പനിയാണ് സുൽഫെക്സ് മാറ്റേഴ്സ്. അതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. സുൽഫെക്സ് ഗ്രൂപ്പ് റെസ്റ്റോറൻറ്റ് മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലാണോ അതോ
ഈ സൗദി അറേബ്യയിൽ ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം എനിക്ക് 150 പേരെയെങ്കിലും നാട്ടിലേക്ക് അയക്കേണ്ടി വരും. അത് എൻ്റെ ഒരു പരാജയം എന്ന ഒരു വിശ്വാസം എനിക്ക് ഭയങ്കര എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നമാണ്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താണ്? അതാണ് ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മാനേജറുടെ ഉത്തരവാദിത്തം. അപ്പോൾ അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ റെസ്റ്റോറൻറ്റ് ഭാഗത്തേക്ക് ആ നിയമം ബാധിച്ചിട്ടില്ല. അപ്പോൾ 150 പേരെ ഒരു 10-15 റെസ്റ്റോറൻറ്റ് ചെയിനാക്കി ഉണ്ടാക്കി അതിലേക്ക് മാറ്റുക എന്ന ഒരു ചെറിയൊരു ദൗത്യം മാത്രമാണ് ഞങ്ങളതിലേക്ക്. അതൊരു ലാഭേച്ഛ തുടങ്ങുന്ന ബിസിനസ്സല്ല. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റി വന്ന് വീഴുന്നതാണല്ലോ. മാങ്ങ നിങ്ങൾക്കറിയാമല്ലോ, കാറ്റടിച്ചാൽ മാങ്ങ വന്ന് വീഴുന്നത് പോലെ ചിലപ്പോൾ ഈ പുതിയ ബിസിനസ്സിൽ എനിക്ക് ലാഭമുണ്ടാകാം, വളർച്ചയുണ്ടാകാം, ലോകം ഒട്ടാകെ അറിയപ്പെടുന്നൊരു കമ്പനിയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതിലേക്ക് അങ്ങനെ ഈ 150 പേരെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അവരെ വേറൊരു ഭാഗത്തേക്ക് കുടിയിരുത്തുക എന്ന ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റ് ഭാഗത്ത് വന്നിരിക്കുകയാണ്. അത് സൗദി അറേബ്യയിൽ മാത്രമല്ല, ബഹ്റൈൻ, ദുബായ്, ഈവൻ ലണ്ടൻ, ചൈന ഇപ്പോൾ അതിൻ്റെ ആഗ്രഹം കൂടി വന്ന്. കാരണം ഞങ്ങളുടെ ആദ്യത്തെ 3 റെസ്റ്റോറൻറ്റ് വളരെ സക്സസ്ഫുള്ളായി വന്നു. അപ്പോൾ അത് ഒരു ചെയിൻ ആയി മാറ്റാം. പിന്നെ പ്രത്യേകിച്ച് ഒരു 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 ആൾക്കാർക്ക് ഇപ്പോൾ പഴയ യൂറോപ്യൻ അല്ലെങ്കിൽ അമേരിക്കൻ ഫുഡിനോട് താല്പര്യക്കുറവുണ്ട്. പിന്നെ ഇവിടുത്തെ നാട്ടിലെ ഇന്ത്യയിലെ ബിസിനസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു തറക്കല്ലിടലിൻ്റെ ഭാഗമായി മന്ത്രി EP ജയരാജൻ സാർ ഞങ്ങളുടെ ഫാക്ടറി വിസിറ്റ് ചെയ്യുകയും അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇപ്പോൾ എത്ര ആൾക്കാർ വർക്ക് ചെയ്തു? ഞാൻ പറഞ്ഞു 450 ആൾക്കാരുണ്ട് സർ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വീണ്ടും പറഞ്ഞു, സർ 2 കൊല്ലം കൊണ്ട് ഞങ്ങളൊരു 2000 പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ തമാശ രൂപയാണ് എന്തോ മൂപ്പർ പറഞ്ഞു എന്നോട്, പറ്റില്ല, ഈ ഡിസംബർ ആകുമ്പോൾ തന്നെ നിങ്ങൾ 1000 പേർക്ക് ജോലി കൊടുക്കണമെന്ന്. ഞങ്ങളിപ്പോൾ അതൊരു ചാലഞ്ചായി ഏറ്റെടുത്തിരിക്കുകയാണ്. സാറിൻ്റെ ലേക്ക് എന്ന് പറഞ്ഞ പുതിയ ചപ്പൽസ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഫാക്ടറി, അതിനെക്കുറിച്ച് പറയാമോ? മാട്രസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല, എല്ലാ സമയത്തും മാറിക്കൊണ്ടിരുന്ന സമയമല്ല. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ചില ഡ്രോബാക്സും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പുതിയ ഒരു ബിസിനസ്സിലേക്ക് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായി ആലോചിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന നിലയിൽ അത് ചെരുപ്പാണ് ഞങ്ങൾ കണ്ടെത്തിയത്. ഏറ്റവും ഒരു ഷർട്ടിനേക്കാളും പാൻസിനേക്കാളും എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും എവറി 3 months ദേ ആർ ചേഞ്ചിങ് ദ ഫുട് വെയർ. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇന്നുള്ള കേരളത്തിലുള്ള നല്ല നല്ല കമ്പനികളുണ്ട്, ഒരുപാട് നല്ല കമ്പനികളുണ്ട്. അവരോട് കിടപിടിക്കത്തക്ക വിധം, അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഒരു ഫോളോവറല്ല, ഞങ്ങൾ ഒരിക്കലും ഒരു ലീഡറായി തന്നെയാണ് നമ്മൾ മുന്നേറ്റം. ഞങ്ങൾ ആ ചെരുപ്പിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. അതിന് ഞങ്ങൾക്ക് ഇറ്റാലിയൻ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാവും. കാരണം ഇവിടുത്തെ മാത്രം ഡിസൈനിൽ ഒതുങ്ങി നിന്നാൽ ഞങ്ങൾ അവരോട് അല്ലെങ്കിൽ അവരുടെ പിറകിൽ ഞങ്ങൾ പോകേണ്ടി വരും. അതിന് പകരമായി ഒരു യൂറോപ്യൻ കൺസെപ്റ്റോട് കൂടി, ഒരു ഇറ്റാലിയൻ കൺസെപ്റ്റോട് കൂടി ഞങ്ങൾ ചെരുപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. വേറൊന്ന്, ഞങ്ങളിപ്പം ഇവിടെ മലബാർ എന്ന് പറയുന്നത് പോലെ അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഞങ്ങളൊരു ഫർണിച്ചർ അവർ തുടങ്ങുകയാണെങ്കിൽ ഞങ്ങളുടെ ഡിഫറൻറ്റ് ഷോറൂംസുകൾ, ഞങ്ങൾക്ക് കേരളത്തിൽ 20 ഷോറൂംസ് ഉണ്ട്. കേരളത്തിൻ്റെ പുറത്ത് ഞങ്ങൾക്ക് ഇക്കൊല്ലം ഡിസംബർ ആകുമ്പോൾ ഏകദേശം 80ഓളം ഷോറൂംസ് വരും. ആ എല്ലാ ഷോറൂംസിലും സൗകര്യമുള്ള എല്ലാ സ്ഥലത്തും ഈ ഫർണിച്ചറും കൂടി ഞങ്ങൾക്ക് കേരളത്തിൻ്റെ ഈ പ്രൊഡക്റ്റ്, കേരളത്തിലെ ഫർണിച്ചർ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് പകർന്നു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും അവർക്ക് ആ ഒരു അവസരം കൂടി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്റീരിയർ ആണോ? തീർച്ചയായിട്ടും ഇൻറ്റീരിയർ എന്ന് പറയാം. അതേപോലെ തന്നെ മോഡുലാർ കിച്ചൺ ഞങ്ങൾ രംഗത്തേക്ക് വരികയാണ്. ഞങ്ങൾ നേരെ മുകളിൽ ഇവിടെയുള്ള ഈ സ്ഥലത്ത് ഇവിടെ ഇപ്പോൾ നമ്മളൊരു 50,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് വിത്തിൻ 6 months ടൈം കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അത് കേരളത്തിലെ ഏറ്റവും നല്ലൊരു എക്സിബിഷൻ സ്റ്റോറായി മാറും. അത് ഫർണിച്ചറിൻ്റെയും അതുപോലെ ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഈവൻ ഫുട്വെയറിൻ്റെയും ഇതൊക്കെയായിട്ട്. അതുകൂടാതെ ഇപ്പം നമ്മുടെ അടുത്ത് പറശ്ശിനിക്കടവിൽ ഇപ്പം ധർമ്മശാലയിൽ വന്നിരിക്കുന്ന IT പാർക്കുണ്ട്. അവിടെ ഏകദേശം 300, ഞങ്ങളും അവിടെ ഒരു ഹബ്ബ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൊച്ചിയെ പോലെ തന്നെ അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോലെ തന്നെ ബാംഗ്ലൂരെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ കണ്ണൂരിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കാസർഗോഡിലെ ആൾക്കാർക്ക് വടക്കേ മലബാറിലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു IT ഹബ്ബും കൂടെ ചുരുങ്ങിയത് 100 പേർക്കെങ്കിലും ജോലി കൊടുക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ ഈ കൊല്ലം നടത്തുകയാണ്. അങ്ങനെ വിവിധ രംഗത്തേക്ക് ഞങ്ങൾ വരികയാണ്. ഇതിന് എനിക്ക് ഗൾഫ് മലയാളികളുടെ തീർച്ചയായിട്ടും ഒരുപാട് സപ്പോർട്ടുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് സപ്പോർട്ടുണ്ട്, ഇവിടുത്തെ നാട്ടുകാരുടെ സപ്പോർട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വന്തം ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ്, ഈ കമ്പനിയിലുള്ള സ്വന്തം ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എനിക്ക് തരുന്ന സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരളത്തെ നടുക്കിയ പ്രളയം വന്നപ്പോൾ സുൾഫെക്സ് സമർപ്പിച്ച സംഭാവനകൾ വളരെ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ചാരിറ്റിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് പുറമെ വ്യത്യസ്തമായി ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭിമാനമായ ഞങ്ങളുടെ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് വ്യവസായം അടുത്തറിയാനും പഠിക്കാനുമുള്ള അവസരം ഞങ്ങൾ ഫ്രീ ആയി കൊടുക്കുന്നു.
ഇവിടെ വന്ന് ഒരു സ്കൂളിലെ കുട്ടികൾ 100 പേരോ 200 പേരോ ഒന്നിച്ച് വന്ന് ഞങ്ങളുടെ ഫാക്ടറിയിൽ വന്ന് അതിൻ്റെ പ്രവർത്തനം സുതാര്യമായി അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് അത് പർച്ചേസിങ് മുതൽ പ്രൊഡക്ഷൻ വരെ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മുതൽ പാക്കിംഗ് വരെ, അല്ലെങ്കിൽ പാക്കിംഗ് മുതൽ ഫൈനാൻസ് മുതൽ കളക്ഷൻ വരെ, എങ്ങനെ മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാം, തിരിച്ചു വാങ്ങാം എന്നിവരെ, അത് എന്തൊക്കെ മാർഗമാണ്, സാധാരണ പുസ്തകങ്ങളിൽ കിട്ടാത്ത എല്ലാ കാര്യങ്ങളും ഒരു ഫാക്ടറിയുടെ ഓണറിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാനുള്ള കഴിഞ്ഞ 15 വർഷമായി ഞങ്ങളത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലഡിൻ്റെ സമയത്ത് ഞങ്ങൾ കേരളത്തിൻ്റെ ഏറ്റവും ഒരുപാട് സംഘടനകൾ ഞങ്ങൾക്ക് അഭിനന്ദന ലെറ്റർ അയച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മൂന്നാമതായി ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് കേരളത്തിൻ്റെ പട്ടാളം എന്ന നിലയിൽ ഇവിടെ വർക്ക് ചെയ്ത ഫിഷറീസ് തൊഴിലാളികൾ, അവരാണ് കേരളത്തിലെ ഒരുപാട് ആൾക്കാർ, അത് മിലിറ്ററിയേക്കാളും പോലീസിനേക്കാളും സാധാരണക്കാരെക്കാളും കൂടുതൽ സഹായിച്ചവർ, ജീവൻ രക്ഷിച്ചവർ ഫിഷറീസ് തൊഴിലാളികളാണ്. അവർക്ക് ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ സാധാരണ കൊടുക്കുന്ന 4300 രൂപയുടെ ഒരു കിടക്കയുണ്ട്, അവർക്ക് 1000 രൂപ കുറച്ച് അത് മംഗലാപുരം മുതൽ കൊല്ലം വരെയുള്ള ആളുകൾക്ക് ഓഫർ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വേറൊന്ന് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം, ഒരേ ഒരു ഇന്ത്യ, ഒറ്റ ജനത, ഒരേ ഒരു മാട്രസ്, ഒറ്റ വില. അപ്പോൾ ഒരേ ഒരു മാട്രസ് ഒറ്റ വില എന്ന് പറഞ്ഞാൽ അത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ജനങ്ങൾക്ക് ഞങ്ങൾ 4300 രൂപയ്ക്ക് ഒരു ഡബിൾ മാട്രസ് കൊടുക്കും. അതാണ് അത് ഇന്ത്യയിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയോ അല്ലെങ്കിൽ മീഡിയം കമ്പനിയോ സ്മോൾ സ്കെയിൽ കമ്പനിയോ ഇതുവരെയും ധൈര്യം കാണിക്കാത്ത ഒരു സംഭവമാണ്. അതിൻ്റെ പേര് സുൽഫെക്സ് ജയ്ഹോ എന്ന പേരിലാണ് ഞങ്ങൾ ഇറക്കിയിട്ടുള്ളത്. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്നതുകൊണ്ട് വ്യവസായ മേഖലയ്ക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇത് തീർച്ചയായിട്ടും ഇവിടുത്തെ വ്യവസായ മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. അത് എല്ലാവരും അത് ഉപയോഗിക്കുക തന്നെ ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇത്രയും എളുപ്പത്തിൽ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈവൻ സൗദി അറേബ്യ പോലുള്ള രാജ്യത്ത് വരെ സംഭവിക്കാറില്ല. അത്രമാത്രം ഞങ്ങൾ ഗവൺമെൻറ്റിനോടും അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ അതോറിറ്റിനോടും ജനങ്ങളോടും കടപ്പെട്ടിരിക്കുകയാണ്. വ്യവസായ ലോകം മാത്രമല്ല, എല്ലാവരും. ഇത്രയും നേരം നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് പറയാം. ഇനി ഫാമിലി, സാറിൻ്റെ ഫാമിലിയെ കുറിച്ച് പറയാമോ? ഭാഗ്യവശാൽ എൻ്റെ ഭാര്യ, അവളുടെ പേര് സുലൈഖ എന്നാണ്. അപ്പോൾ എനിക്ക് 5 കുട്ടികളാണ് ഉള്ളത്. അപ്പം ആദ്യത്തെ കുട്ടി MB ആണ്, മകളാണ്, പെൺകുട്ടിയാണ്. ഓക്കെ. രണ്ടാമത്തത് മകനാണ്, അവനും BCom ആണ്, ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചതാണ്. മൂന്നാമത്തെ ആൾ കമ്പ്യൂട്ടർ സയൻസ് BTech ആണ്. നാലാമത്തത് MA എക്കണോമിക്സ് ആണ്. അഞ്ചാമത്തത് CA. അപ്പോൾ പഠിച്ചവൻ സഹായിച്ചില്ല, ദൈവം സഹായിച്ച എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ നല്ലതാണ്. കാരണം മിക്ക ആൾക്കാർക്കും ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല, ഇതൊരു പ്രൊപ്പറേറ്റർഷിപ്പാണ്. അപ്പോൾ ഇവിടെയുള്ള ഇവിടുത്തെ കുട്ടികൾക്ക്, ഇവിടുത്തെ സ്റ്റാഫിന് ഇപ്പോൾ പേടിയുണ്ടാവും, സാറിന് ശേഷം എന്താണ്. അപ്പം ഭാഗ്യവശാൽ എനിക്ക് എൻ്റെ ശേഷം എന്തായിക്കഴിഞ്ഞാലും 5 മക്കളുണ്ട്. ഈ 5 മക്കൾ എൻ്റെ ഒരു അഭിമാനം തന്നെയാണ്. അവർ ഇപ്പം തന്നെ ഇവിടെ ജോലി ചെയ്ത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കൂടെ അവരുടെ കീഴിൽ വർക്ക് ചെയ്ത് ഇവിടുത്തെ CEO ആയ ജിൻസി റോയിയുടെ അണ്ടറിലാണ് അവരിപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത് എൻ്റെ മക്കൾ. സുൽഫെക്സ് മാട്രസ് നമ്മൾ കസ്റ്റമർ പറയുന്ന രീതിയിൽ അങ്ങനെ ചെയ്തു കൊടുക്കുമോ? തീർച്ചയായും ഞങ്ങൾക്കതിൻ്റെ കഴിവുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ സിംഗിൾ ഓണർഷിപ്പിൽ അല്ലെങ്കിൽ സിംഗിൾ റൂഫിൻ്റെ താഴെയുള്ള ഏറ്റവും വലിയ കമ്പനിയാണ്. ഞങ്ങൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് സൈസും ഒരു ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഹിമാലയ സൈസല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഏറ്റവും വലിയ വീടുകളിൽ ഉപയോഗിക്കുന്ന അമേരിക്കൻ ടൈപ്പ് അല്ലെങ്കിൽ യൂറോപ്യൻ ടൈപ്പ്, അവർക്ക് വേണ്ടുന്ന ആ നീളവും വീതിയും തിക്നെസ്സും ഉണ്ടാക്കാനുള്ള സൗകര്യം സുൽഫെക്സിനുണ്ട്. അത് ഞങ്ങൾക്ക് മാത്രമേ കേരളത്തിലുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പിന്നെ വേറെ ഏത് ഷേപ്പിൽ, ഈവൻ റൗണ്ട് ഷേപ്പ്, ഓവൽ ഷേപ്പ്, നക്ഷത്രത്തിലുള്ള സൈസ്, അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രകാരം ഡിസൈൻ ചെയ്ത് കൊടുക്കാനുള്ള അല്ലെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും 5 ദിവസം കൊണ്ട് ഒരു മാട്രസ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഞങ്ങളുടെ സ്വന്തം ഇന്ത്യയിലെ ഡിസൈനേഴ്സ് ഉണ്ട്, സ്വന്തം ഡിസൈനേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഉള്ളൊരു കമ്പനിയാണ് സുൽഫെക്സ്. നമുക്കൊരു എത്തിക്സ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആ എത്തിക്സിൽ ഞങ്ങൾ കുറച്ച് സാധാരണക്കാർക്ക് ഞങ്ങൾ കുറച്ച് പ്രത്യേകത കൊടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരോട് പറയും, നിങ്ങൾ ആ കിടക്ക വാങ്ങണ്ട, ഇത് വാങ്ങിക്കോളൂ. നിങ്ങൾക്ക് ഈ കിടക്കയും 10 വില ഉപയോഗിക്കാം, ആ കിടക്കയും 10 വില ഉപയോഗിക്കാം. അല്പം വ്യത്യാസം, വിലൻ്റെ വ്യത്യാസം നേരെ പകുതി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ ആ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു സാധാരണക്കാരൻ്റെ അവൻ്റെ സാമ്പത്തികം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ പ്രൊഡക്റ്റ് വെക്കാറ്. സാധാരണ എല്ലാ പ്രൊഡക്റ്റും മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുന്നത് പരസ്യത്തിൻ്റെ അതിപ്രസരം കൊണ്ടാണ്. എല്ലാവർക്കും അറിയാം, അമിതമായ പരസ്യം കൊണ്ടായിരിക്കും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരസ്യം മാത്രം പോരാ, ക്വാളിറ്റിയും വേണം. അതാണ് ഞങ്ങൾ മുദ്രാവാക്യം. വേറൊരർത്ഥത്തിൽ പരസ്യം മാത്രം പോരാ, ക്വാളിറ്റിയും വേണം. ചീറ്റിംഗ് ആണ് മാട്രസ് ബിസിനസ്സിൽ
ഒരു 60% ചീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ ചീറ്റിങ്ങിനെതിരെ നിങ്ങളെപ്പോലുള്ള ആളുകൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കത് പരസ്യം മാത്രം കൊടുത്ത് അവരെ ബോധവൽക്കരിക്കാൻ കഴിയില്ല. അതൊരു സമൂഹത്തിൻ്റെ ബാധ്യതയായി നിങ്ങൾ വേണം ഏറ്റെടുക്കാൻ വേണ്ടി. സാറിൻ്റെ തിരക്കുകൾ അറിയാം. ഇത്രയും സമയം നമുക്ക് ഈ വിജയരഥം എന്ന് പറഞ്ഞ പരിപാടിക്ക് വേണ്ടി ടൈം മാറ്റി വെച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച് ഓൾ. പീപ്പിൾ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഈ വിജയരഥം എന്ന ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30 കൈരളി പീപ്പിൾ ചാനൽ വിജയരഥം മറക്കാതെ കാണുക. വിജയരഥം brought you by നിന്റെ വീട് പണി ഉടനെങ്ങാനും നടക്കൂടാ. അത് പിന്നെ ഒരു 50 പേരെ കൊണ്ടെങ്കിലും പ്ലാൻ വരപ്പിച്ചു. എല്ലാത്തിനും കുറ്റങ്ങളാ. അങ്ങനെ പറയാം. എല്ലാം തികഞ്ഞൊന്നും കിട്ടില്ല മോനെ. കിട്ടിയല്ലോ. മരിയ ഗ്രൂപ്പ് ഏതൊരു ബിൽഡിംഗും രൂപകൽപ്പന ചെയ്യാൻ പ്രാപ്തരായ വിദഗ്ധരടങ്ങുന്ന ടീം. Maria Group. We build your dreams.